നവാനി ഗൃണ്ണാതി നരോപരാണി. മനസ്സിലാക്കാൻ എന്താ പ്രയാസം? ഗീതയിലെ 2-ാം അധ്യായത്തിലെ ശ്ലോകം എടുത്തു നോക്കൂ നിങ്ങൾ. ഈ ശ്ലോകങ്ങളൊക്കെ മനഃപ്പാഠം പഠിക്കൂ. ഇതൊക്കെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യങ്ങളുള്ളതാണ്. വാസംസി ജീർണാനി 22-ാമത്തെ ശ്ലോകം 2-ാം അധ്യായത്തിലെ ഈ ശ്ലോകം ബൈഹാർട്ട് പഠിക്കൂ. വാസംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. മനസ്സിലാക്കാൻ എന്താ പ്രയാസം? എത്ര മനോഹരമായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അത് പറഞ്ഞു തരുന്നത്. വാസാംസി ജീർണാനി വിഹായ. വാസാംസി വസ്ത്രങ്ങൾ, ജീർണാനി അത് മുഷിഞ്ഞു എന്ന് തോന്നിയാൽ, മുഷിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അർത്ഥം എടുക്കേണ്ടത് എന്താണ്? കേടുവന്നു എന്നുള്ള അർത്ഥം അങ്ങനെ എന്താണ്? കുറെ പഴകിയ വസ്ത്രം നല്ല അർത്ഥം എടുക്കേണ്ടത്. അത് മുഷിഞ്ഞു എന്ന് മനസ്സിന് എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ മനസ്സിന് വേണമെങ്കിൽ വിഹായ വിടാം. എന്നിട്ടോ നമ്മൾ വസ്ത്രം വേർപ്പ് കൊണ്ട് മുഷിഞ്ഞാലും പുതിയ വസ്ത്രമാണെങ്കിലും നമ്മൾ ദിവസവും വസ്ത്രം മാറ്റുന്നു. എന്നിട്ട് നമ്മൾ നവാനി ഗൃണ്ണാതി പുതിയ വസ്ത്രം ധരിക്കുന്നു. ഇതുപോലെയാണ് ശരീരാണി വിഹായ. ശരീരാണി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മനസ്സ്. ഈ മനസ്സ് ശരീരത്തെ വിട്ടുകൊണ്ട് അന്യാനി നവാനി ദേഹി, ഈ ദേഹിയായിരിക്കുന്ന മനസ്സ് പുതിയൊരു ദേഹത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ മരണം എന്ന് പറയുന്നത് ഏത് ലെവലിലേ ഉള്ളൂ? രോഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ വറീഡാവരുത്. ആ രോഗം ആ ശരീരത്തിൽ വരാൻ പല കാരണങ്ങളുണ്ടായിരിക്കാം. നമ്മൾ അതിനെക്കുറിച്ചിരുന്ന് ചിന്തിച്ച സമയം കളയണ്ട. നമ്മളെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ചെയ്യണം, നമ്മളെ കൊണ്ട് പറ്റുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം. പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ച് ഇതൊന്നും ആ കുട്ടിയുടെ മനസ്സിനെ നശിപ്പിക്കില്ല. ആ കുട്ടിയുടെ മനസ്സ് ഇനിയും ആ വേഷം മാറി മറ്റൊരു വേഷം ധരിക്കണം. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ എന്ന് രക്ഷപ്പെടാം അയാൾക്ക്? എന്നയാളുടെ മനസ്സ് പരിപൂർണമായി അത് വന്നിരിക്കുന്ന ഭഗവാനിലേക്ക് തിരിച്ചു പോകുന്നു. അന്ന് അയാൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ദുരന്തങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. മാമനുസ്മര ചിത്തം മയ്യേവ പ്രവിലീയതേ. എന്നിൽ നിന്ന് വന്ന ചിത്തം എന്നിലേക്ക് തന്നെ തിരിച്ചു വരണം. അന്ന് അയാൾ ഇതിൽ നിന്നൊക്കെ മുക്തനായി. ഭഗവാൻ പറയുന്നു മയാനുകൂലേന നമസ്വതേരിതം പുമാൻ ഭവാബ്ദ്യം നതരേ സഹാത്മഹ എന്നാണ് ഉദ്ധവരോട് പറയാണ്. മയാനുകൂലേന, എൻ്റെ അനുകൂലതയിലേക്ക്, എന്നിലേക്ക് ആരാണോ മനസ്സാകുന്ന തോണിയെ നയിക്കാത്തത്, മയാനുകൂലേന നമസ്വതേരിതം ആരാണോ കൊണ്ടുവരാത്തത്, പുമാൻ ഭവാബ്ദ്യം നതരേത്, ഹീ കനോട്ട് കം ഔട്ട് ഓഫ് ഹിസ് ഓൾ കമോഷൻസ് ആൻഡ് ഇമോഷൻസ്. അയാൾക്ക് പുറത്തു വരാൻ പറ്റില്ല. അയാളെ തന്നെ ഡിഗ്രേഡ് ചെയ്യും, അയാളെ തന്നെ ഡിസ്ട്രോയ് ചെയ്യും, അയാളെ ഡിസ്റ്റേബ് ചെയ്യും. ഇത് സത്യമാണ്. ഇപ്പം നമ്മുടെ മനസ്സിനെ നമ്മളെ ഭഗവാനിലേക്ക് തിരിച്ചു കൊണ്ടുവരാത്ത കാലം ന പുമാൻ ഭവാബ്ദ്യം തരേ സ ആത്മഹ. ഹി ഈസ് കൺസിഡേർഡ് ടു ബി എ സെൽഫ് കിൽഡ് മാൻ. അവൻ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ആത്മഹത്യ ചെയ്തവന് തുല്യനാണ്. ഭഗവാൻ അവനെ കൺസിഡർ ചെയ്യുന്നില്ല പറയണം. അപ്പം നമുക്കിതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നയിക്കണം. അതുകൊണ്ട് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നു നമുക്ക് അവർ ശ്രേഷ്ഠന്മാരാണ്. ആരാണ്? യസ്ത്വാത്മരതിരേവ സ്യാൽ ആത്മതൃപ്തശ്ച മാനവം ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. തസ്യ കാര്യം ന വിദ്യതേ. അവൻ്റെ തസ്യ കാര്യം, അവന് പ്രത്യേകിച്ച് ഈ ലോകത്തിൽ ചെയ്യേണ്ടതായി ഒന്നുമില്ല. ഹീസ് ലിബറേറ്റഡ്. അങ്ങനെയുള്ള ആളുകൾ ശ്രേഷ്ഠന്മാരാണ്. ആരാണ് ശ്രേഷ്ഠന്മാരായി ഭഗവാൻ കണക്കാക്കുന്നത്? യഹാത്തു ആത്മരതിരേവ. ആരാണ് ആത്മരതി? ആത്മരതി എന്ന് പറഞ്ഞാൽ ആരാണോ ആത്മാവിൽ രമിക്കാൻ സാധിക്കുന്നത്, ആത്മാവിലേക്ക് തൻ്റെ മനസ്സിനെ യുനൈറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ആത്മാവെന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. ഇപ്പം തൻ്റെ അന്തരാത്മാവായ ഭഗവാനിലേക്ക് മനസ്സിനെ യുനൈറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ചേർക്കാൻ സാധിക്കുന്നത് ആത്മരതി. ആത്മാവിൽ പ്രേമമുള്ളവനായി, ആത്മാവിൽ ചേരാൻ സാധിക്കുന്നവനായി, ആത്മാവിൽ അല്പനേരം ലയിക്കാൻ സാധിക്കുന്നവനായി, യുനൈറ്റ് ചെയ്യാൻ സാധിക്കുന്നവനായി ആരുണ്ടോ അവൻ ആത്മതൃപ്തശ്ച മാനവ. അവൻ എന്താ ഉണ്ടാവുന്നത്?
ആത്മതൃപ്തി ഉണ്ടാവും. ആത്മതൃപ്തി എന്ന് പറഞ്ഞാൽ എന്തു വന്നാലും അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാം. പരാതിയില്ലാത്ത ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കും. Those who are able to unite their mind with their self, they will be free from all kind of complaints എന്നാണ്. അവർക്കെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പരിശീലിച്ചെടുക്കണം. അപ്പം ഇന്ന് നമുക്ക് ജീവിതത്തിൽ പരാതികളുണ്ടെങ്കിൽ, കിട്ടുന്നതിലൊക്കെ വേണ്ടത്ര കിട്ടുന്നില്ല, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, എന്നെ സംരക്ഷണം കിട്ടുന്നില്ല, എൻ്റെ വീട്ടുകാരെന്നെ വേണ്ട രീതിയിൽ നോക്കുന്നില്ല, ഈ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരോട് യുണൈറ്റ് ചെയ്തിട്ടില്ല? ഭഗവാനിൽ യുണൈറ്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ അഭ്യസിച്ചെടുക്കണം. ഭഗവാനിൽ മനസ്സ് യുണൈറ്റഡ് ആവും തോറും അതിൻ്റെ റിസൾട്ട് എന്താണ്? നമുക്ക് യാതൊരു പരാതികളില്ല. എന്തു വന്നാലും നമ്മളതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. നോക്കൂ, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പ്രഹ്ലാദനാണ് അല്ലേ? പ്രഹ്ലാദനാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. അച്ഛൻ കാണിച്ചിരിക്കുന്ന ക്രൂരതകളൊക്കെ നോക്കൂ. ഗുരുക്കന്മാരൊക്കെ വഴിതെറ്റിച്ചു, എന്നിട്ടും അദ്ദേഹത്തിന് യാതൊരു പരാതികളുമില്ല. ഭഗവാന്റെ മുന്നിൽ ഒരു പരാതിയും പറയാത്ത ഒരു ഭക്തനാണ് പ്രഹ്ലാദൻ. അദ്ദേഹത്തിന് അത്ര ബോധ്യമുണ്ട്. തൻ്റെ ഓരോ ശ്വാസത്തിലും പറയുന്നത്, തൻ്റെ ഓരോ ശ്വാസത്തിലും ഭഗവാനെ നാരായണായേതി ആത്മമതിർനൃണാം, ഞാൻ നാരായണനെ കാണുന്നു, എൻ്റെ ആത്മാവായിരിക്കുന്ന നാരായണനിൽ ഞാൻ മനസ്സിനെ ചേർത്ത് വെച്ചിരിക്കുന്നു. ഭട്ടതിരിപ്പാട് പറഞ്ഞത് എത്ര സത്യമാണ്. ആ കുട്ടിയുടെ കാര്യം നോക്കുമ്പോൾ, നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധു കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകളൈധി വരതൊൽക്കലാസേവ ഭൂമൻ. ആ നിഷ്കമ്പനം, മനസ്സിൻ്റെ ഇളക്കമില്ലാത്തൊരവസ്ഥ, അതായത് എന്തു വന്നാലും അതിനെ പരാതിയില്ലാതെ സ്വീകരിക്കുന്ന മനസ്സ്, ഇത് നമ്മൾ വാർത്തെടുക്കണം. അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. ഡെയിലി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മെഡിറ്റേഷൻ മീൻസ് യുണൈറ്റിംഗ് യുവർ മൈൻഡ് വിത്ത് ഗോഡ്. അതാണ് മെഡിറ്റേഷൻ. എത്ര നേരം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ അത്രയും നിങ്ങൾക്ക് ഭഗവാൻ ആ ഒരു സിങ്ക്രണൈസിങ് അല്ലെങ്കിൽ ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ, ആ ഒരു യുണൈറ്റിംഗ് വന്നു കഴിഞ്ഞാൽ എന്തു വന്നാലും നമ്മൾ ശരി, ഓക്കെ, ഭഗവാന്റെ ഇച്ഛയാണ്, ഇത് പറയാൻ സാധിക്കും. നമുക്ക് മനസ്സിനൊരു ശക്തി വരും. നമുക്ക് കംപ്ലൈൻറ്റുകൾ ഉണ്ടാവില്ല, എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവില്ല. ഇനി ഭഗവാൻ അടുത്തത് പറയണു, ആത്മന്യേവച സന്തുഷ്ട. ആത്മനീ ഏവ സന്തുഷ്ട. നേരത്തെ പറഞ്ഞു ആത്മതൃപ്തശ്ച. ആത്മതൃപ്തി എന്ന് പറഞ്ഞാൽ എന്തു വന്നാലും സ്വീകരിക്കാനുള്ള മനസ്സ്. ആത്മന്യേവ സന്തുഷ്ട. ആത്മന്യേവ സന്തുഷ്ട എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും സന്തോഷമെന്ന് മാത്രമല്ല, ആർക്കെന്ത് കിട്ടിയാലും യാതൊരു പരാതിയുമില്ല, അസൂയയുമില്ല ആൾക്ക്. അവർക്ക് കുറെ കൂടുതൽ കിട്ടി, നോ കംപ്ലൈൻറ്റ്, നോ അസൂയ. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ അർഹിക്കുന്നതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഇത്രയും ഞാൻ അർഹിക്കുന്നുള്ളൂ എന്നാണ്. നമ്മളെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യാനുണ്ടല്ലോ ഒരു നിമിഷം കൊണ്ട് പറ്റും. നിങ്ങളൊരു സദ്യക്ക് പോയി എന്ന് വിചാരിക്കുക, നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണത്തിന് ഗംഭീര സദ്യ. ഇപ്പം സദ്യ 10-15 വിഭവങ്ങളുണ്ട്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് ഒരു വലിയ പപ്പടം ചെറിയ പപ്പടം കൊടുത്തു, നിങ്ങൾക്ക് ചെറിയ പപ്പടം മാത്രമേ തന്നിട്ടുള്ളൂ വിചാരിക്കുക. ഈ 14 വിഭവങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ കയറില്ലേ ആ സമയത്ത്? പല്ലു അടിച്ചുകൊണ്ട് പറയും, ഇന്ന് എനിക്ക് മാത്രം ആസ്വദിക്കാൻ പറ്റില്ല സദ്യ. കാരണം അടുത്തുള്ള ആൾക്ക് വലിയ പപ്പടം കൊടുത്തു, ചെറിയ പപ്പടം കൊടുത്തു, എനിക്കാണെങ്കിൽ ചെറിയ പപ്പടം മാത്രം. ഇത് മതി നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാൻ. എത്ര ആളുകളാണെന്നറിയോ, ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ചെറിയ കാര്യങ്ങൾ അവർ നോക്കിയില്ല, അവർ ശ്രദ്ധിച്ചില്ല, അവർ വർത്തമാനം പറഞ്ഞില്ല, എന്നോട് മാത്രം മൈൻഡ് ചെയ്തില്ല. ഒരു പക്ഷെ പല്ലുവേദന കൊണ്ടാവും അവർ മൈൻഡ് ചെയ്യാതിരുന്നത്, എന്നാലും കംപ്ലൈൻറ്റുകൾ തീരില്ല. എവിടെയാണ് ഇതിനൊക്കെ ഒരു അവസാനമുള്ളത്? ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ അസൂയയും വിദ്വേഷവും വെച്ച് ജീവിക്കുന്നു. എന്നാൽ ആത്മന്യേവച തന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. ഹി വിൽ നെവർ ബിക്കം എ ബെഗർ ഓഫ് ദിസ് വേൾഡ്. തസ്യ കാര്യം ന വിദ്യതേ, ഹി വിൽ നെവർ ബിക്കം എ ബെഗർ. അയാൾ ശ്രേഷ്ഠനാണ്. വിവേകാനന്ദ സ്വാമികൾ പറയും 3 തരം ഡിവോട്ടീസ് ഉണ്ട്. ഒന്ന് ബെഗേഴ്സാണ്, രണ്ടാമത്തത് ബിസിനസ്സുകാരാണ്, മൂന്നാമത്തത് എംപറേഴ്സാണ്. ദേ ആർ എംപററാണ്, ചക്രവർത്തിമാരാണ്. ഈ ബഗേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ജോലി ഈ ഭഗവാനെ തരണം ഈ ഇതേ എനിക്ക് തരണം എന്നാ വല്ലതും ഭഗവാന് കൊടുക്കും, അതില്ല. അതിൽ തന്നെ പിശുക്ക് കാണിക്കുന്നവരാണ് അവർ.
എന്ന് പറയുന്ന ഒരു കച്ചവട അല്ല, ഈ എന്താണ് പറയുക, യാചനാസ്ഥിതി, യാചകന്മാരാണ്. അമ്പലത്തിൽ പോയാൽ കാണാമല്ലോ, ഇങ്ങോട്ട് അതിങ്ങനെ വെക്കും, പിന്നെ ഇങ്ങോട്ട് താന്നാം, ഇങ്ങനെ കുറേ കൂട്ടരെ കാണാം. രണ്ടാമത്തത് പിന്നെ പക്ക ബിസിനസ്സാണ്. മകളുടെ കല്യാണം നടത്തി തന്നാൽ പാൽപ്പായസം, കല്യാണം നടത്തി തരുന്നാൽ ഈ തരില്ല. അപ്പോൾ ഇങ്ങനെ ബിസിനസ് മൈൻഡുള്ളവരുണ്ട്. ഇത്ര തന്നാൽ ഇത്ര തരാം ഭഗവാനെന്ന്, ലോട്ടറി അടിച്ചാൽ ഇത്ര രൂപ തരാമെന്ന്. ഒരാളിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, ലോട്ടറി അടിച്ചാൽ എത്ര രൂപ തരാം, ഇത്ര രൂപ തരാം, ഇത്ര രൂപ തരാമെന്ന്. അങ്ങനെ 2 കൊല്ലം അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ചെകിടത്തുനിന്ന് കൊടുത്തു എന്നാണ്, പോയി എടുക്കണം ആദ്യം ഒരു ലോട്ടറി എന്ന്. അതുപോലെ എടുക്കാതെയാണ് ഇയാൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള കുറേ ദുഷ്ടാത്മാക്കളുണ്ട്. അപ്പം അതുപോലെ രണ്ടാമത്തത് കച്ചവടമാണ്, മൂന്നാമത്തത് ചക്രവർത്തിമാരാണ്. ആരാണത്രേ ചക്രവർത്തിമാരെ? പഠിക്കൂ പ്രഹ്ലാദനിൽ നിന്നും. ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടും ഭഗവാനെ ഒന്നും വേണ്ട, ഭഗവാനെ അങ്ങേ കാണാൻ സാധിച്ചില്ലേ, അങ്ങ് കൂടെയുണ്ടല്ലോ, ഇനി എന്താ, അങ്ങ് കൂടെയുള്ളപ്പോൾ ഇനി എന്താ വേണ്ടത്? ഭട്ടതിരിപ്പാട് പറയുന്നു, കാരുണ്യാൽ കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്തം വിശേഷാൽ ഐശ്വര്യാദീശതന്യേ ജഗതി പരജനേ സ്വാത്മനോ ഭീശരസ്ത്വം തൊയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീതഭാഗ്യാം ത്വം ച ആത്മാരാമയേ വേദി അതുലഗുണഗണ താരശൗരേ നമസ്തേ. കാരുണ്യാൽ കാമം അന്യം ദദതി, മറ്റുള്ളവർ പല കാമങ്ങളും തന്നു എന്ന് വരും. എന്നാൽ അവിടുന്നോ ആത്മനോ ഈശ്വരസ്ത്വം, അവിടുന്ന് എൻ്റെ ആത്മാവായ ഈശ്വരനാണ്. അങ്ങാണെങ്കിൽ ആത്മാരാമനായ എൻ്റെ കൂടെയുള്ളപ്പോൾ പിന്നെ എനിക്കെന്ത് മറ്റു വേണം ഭഗവാനെ? ഇത് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ആത്മീയമായി ധ്യാനമൊക്കെ പരിശീലിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മരതി, ആത്മാവിൽ മനസ്സിനെ ലയിപ്പിക്കണം, രതി കാണിക്കണം. രതി എന്ന് പറഞ്ഞാൽ, രതി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആകർഷണമാണ് രതി, ഇല്ലേ? ലൗകിക ആകർഷണത്തിനെ നമ്മൾ രതി പറയും. അപ്പോൾ ഈശ്വരനോടുള്ള ആകർഷണം, ഈശ്വരനിൽ മനസ്സ് വെച്ചുകൊണ്ട് ജീവിതാനുഭവങ്ങളെ പ്രസാദബുദ്ധിയോടെ കാണാൻ, പരാതിയില്ലാതെ കാണാൻ സാധിക്കുക. മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയാലും അതിൽ അസൂയപ്പെടാതെ ഇതാണ് ഞാൻ അർഹിക്കുന്നതെന്ന് പറഞ്ഞ് അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ആത്മരതി, ആത്മതൃപ്തി, ആത്മസന്തുഷ്ട, അവനൊരിക്കലും ലോകത്തിൽ ബഗറാവില്ല, അവനൊരു ചക്രവർത്തിയായി തീരും. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ പോലും യാചിക്കാതെ തന്നെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുന്നവരെയാണ് ചക്രവർത്തിമാരെന്ന് പറയും. ഒരു കുചേല ബ്രാഹ്മണൻ ഭഗവാന്റെ മുന്നിൽ ചക്രവർത്തിയായിരുന്നു. എല്ലാവിധ സമ്പൽ സമൃദ്ധിയുമുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ കുചേല ബ്രാഹ്മണനാകുന്ന ദരിദ്ര ബ്രാഹ്മണനോട് തനിക്കെന്താണ് കൊണ്ടുവന്നതെന്ന് യാചിക്കേണ്ടി വന്നു. കുചേലൻ യാചിച്ചിട്ടില്ല. അതാണ് കുചേല ബ്രാഹ്മണന്റെ മഹത്വം. ഭഗവാൻ തന്നെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു, ഈ ബ്രാഹ്മണനുണ്ടല്ലോ സാധാരണ ബ്രാഹ്മണനല്ല, ഏറ്റവും സർവശ്രേഷ്ഠനായൊരു ബ്രാഹ്മണനാണ്. കാരണം എന്നെ മനസ്സിലാക്കിയ ബ്രാഹ്മണനാണ്, എന്നിലേക്ക് ഉയർന്ന ബ്രാഹ്മണനാണ്. അത്രയും ഭഗവാൻ ആദരിക്കുന്നു ആ ബ്രാഹ്മണൻ. കാല് കഴുകി പൂജിച്ചുകൊണ്ട് ഭഗവാന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വീണു എന്നൊക്കെയാണ് വ്യാസഭഗവാൻ എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഓർത്തു വയ്ക്കൂ. ഗോപികമാരുടെ കാലുകൾ പിടിച്ച ഭഗവാന്റെ ഒരു ജീവിതത്തിലെ രംഗമുണ്ട്. ഭഗവാൻ രാധയെ ഗോപികമാരുടെ കാലുകൾ കഴുകി പൂജിച്ചു കൊടുത്തു എന്നാണ്. അത് ഗീതാഗോവിന്ദത്തിൽ എഴുതിക്കൊണ്ടിരുന്നു അത്രേ. കേട്ടിട്ടുണ്ടാവും ഈ കഥ നിങ്ങൾ. ഗീതാഗോവിന്ദ കർത്താവായ ജയദേവര് ഈ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഇങ്ങനെ ഗോപികമാരുടെ കാലുകൾ കഴുകുന്ന രംഗം, രാധയുടെയൊക്കെ കാല് കഴുകിക്കൊണ്ട് ഭഗവാൻ പൂജിക്കുന്ന രംഗം. അപ്പം അദ്ദേഹത്തിന് തോന്നി, എത്രയോ സർവോത്കൃഷ്ടനായ ഭഗവാൻ ഈ ഗോപികമാരുടെ തലത്തിലേക്ക് താഴ്ന്ന് അവരുടെ കാല് പൂജിക്കുകയെ ചേ. അത് വരികളൊക്കെ അദ്ദേഹം വെട്ടിക്കൊണ്ട് യമുനാ നദിയിൽ ചെന്ന് കുളിക്കാൻ പോയി എന്നാണ്. അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് ആ വരികളൊക്കെ കണ്ടപ്പോൾ ഭാര്യയോട് ചോദിച്ചു, നീ എന്തിനാ ഇത് എഴുതി ചേർത്തതെന്ന്. അപ്പോഴാണ് ഭാര്യ പറയുന്നത്, എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ എഴുതി, ഇതൊക്കെ അങ്ങ് തന്നെ വന്ന് എഴുതിയതല്ലേ. കുളിക്കാൻ പോയ അങ്ങ് തിരിച്ചു വന്ന് ഈ പേനയെടുത്ത് എഴുതി എന്നോട് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് ആ ഗ്ലാസ് അത് അവിടെ നിൽക്കുന്നു, അവിടെ വെച്ചിരിക്കണു. അപ്പം ഇദ്ദേഹം ഒരു നിമിഷം ഭാര്യയെ നോക്കി, എന്താ ഈ പറയുന്നത്? കുളിക്കാൻ പോയ ഞാൻ തിരിച്ചു വരേ, ഞാൻ വന്നിട്ടില്ലല്ലോ. ഇദ്ദേഹം ആ പേനയെടുത്തു വാസനിച്ചു നോക്കിയതാണ്. അതിൽ കസ്തൂരിയുടെ വാസന. ഭാര്യയുടെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, ഞാൻ ഗീതാഗോവിന്ദം എഴുതി, പക്ഷെ നീ കൃഷ്ണനെ കണ്ടു എന്നാണ്.
അപ്പം അങ്ങനെയുള്ളൊരു ഗോപികമാരുടെ കാലുകൾ കഴുകാൻ പോലും ഞാൻ തയ്യാറാണ്. കാരണം അവരെന്നിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അവർ പ്രതീക്ഷിച്ചത് എൻ്റെ സാന്നിധ്യം മാത്രം, എൻ്റെ പ്രസൻസ് മാത്രം. സമ്പൽ സമൃദ്ധി വേണമെന്ന് ഗോപികമാരെ പ്രാർത്ഥിച്ചിട്ടില്ല. ഉണ്ടോ? അവർക്ക് ഭഗവാൻ പ്രകടമായാൽ മതി, ഭഗവാന്റെ കൂടെ എപ്പോഴും ഉണ്ടായാൽ മതി. ഭഗവാൻ കൂടെ ഉണ്ടായാൽ തന്നെ സമ്പന്നമാണ് അവരുടെ ജീവിതം. അതുകൊണ്ടോ അവർ ഭഗവാന്റെ കേവലം ശാരീരിക പ്രസൻസിലും നിന്നില്ല, അവർ ഉള്ളിൽ ഉറപ്പിച്ചു. എത്ര മനോഹരമായി വ്യാസഭഗവാൻ പറയുന്നു, ഗോപികമാരെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അവർ കൃഷ്ണനെ പുറമേ മാത്രമല്ല വെച്ചത്, അവരവരുടെ ആത്മാവായി വെച്ചിരിക്കുന്നു. നകല്ലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃ വിഗനസാർത്തിദോ വിശ്വഗുപ്തയേ സഖവുദേവൻ സത്വതം കുലേ. ഗോപികമാര് അവരുടെ കൃഷ്ണനെ നന്ദഗോപരുടെ മകനായി മാത്രം കണ്ടില്ല എന്നാണ് അഖിലദേഹിനാമന്തരാത്മ. അതുകൊണ്ടോ കൃഷ്ണന്റെ പ്രസൻസും കൃഷ്ണന്റെ ആബ്സൻസും അവരെ സംബന്ധിച്ച് ഒരുപോലെയായിരുന്നു. കൃഷ്ണൻ ഉള്ളപ്പോഴും ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്ന് പാടാൻ സാധിച്ച ഗോപികമാര് ഉദ്ധവര് ആശ്വസിപ്പിക്കാൻ വരുന്ന സമയത്ത് കാണുന്നത് കൃഷ്ണൻ ഇല്ലാത്തപ്പോഴും ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന് പറഞ്ഞ് മനസ്സിലെപ്പോഴും കൃഷ്ണന്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് കണ്ടപ്പോഴാണ് ഉദ്ധവർക്ക് പറയേണ്ടി വന്നത്, വന്ദേ നന്ദവ്രജസ്ത്രീണം. ഈ നന്ദഗോപരുടെ കുലത്തിലിരിക്കുന്ന ഈ ഗോപികമാരുടെ പാദരേണുക്കൾ അണിഞ്ഞിരിക്കുന്ന ഈ പവിത്ര ഭൂമിയിൽ ഒരു ജന്മം കിട്ടിയാൽ എൻ്റെ ജന്മം സഫലമായി എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഭക്തിയിൽ ഒരു ചക്രവർത്തി സ്ഥാനമുണ്ട്. നമ്മൾ യാചിച്ച് ജീവിക്കേണ്ടവരല്ല, നമ്മളെ ഉയർത്തി ജീവിക്കണം. അതിന് ഉയർത്തണമെങ്കിൽ നമ്മൾ ആരോട് രതി കാണിക്കണം? ഭഗവാനോട്. അത്രയും നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തണം. നെവർ കമ്പയർ യുവർ ലൈഫ് വിത്ത് അതേഴ്സ്, നെവർ ബെഗ് ഫോർ ലവ്. ഇനി ആർക്കെങ്കിലും കൂടുതൽ സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ അവരോട് ജലസ് കാണിക്കാതിരിക്കൂ. വാട്ട് വി ഡിസേർവ് ദാറ്റ് വി വിൽ ഗെറ്റ് ഇറ്റ്. അതാണ് ജീവിതത്തിൻ്റെ രഹസ്യം. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുത്തു കഴിഞ്ഞാലല്ലോ നിങ്ങളെ ദുഃഖിപ്പിക്കാൻ, നിങ്ങളെ തളർത്താൻ, നിങ്ങളെ ഒരു തരത്തിലും ഒരാൾക്കും ദുഃഖിപ്പിക്കാൻ സാധ്യമല്ല. ആരെങ്കിലും നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ ഭഗവാൻ പറയുന്നു, മറ്റുള്ളവരല്ല ദുഃഖിപ്പിക്കുന്നത്, നിങ്ങളെ ദുഃഖിപ്പിക്കുന്നത് നിങ്ങളുടെ തെറ്റായ ചിന്തകളാണ്. യു ഹാവ് ടു ചേഞ്ച്. നിങ്ങളെ ചെറുതാക്കാൻ സാധിക്കും. ഉദ്ധരേത് ആത്മാനം അവസാദേ. നെവർ ഡിഗ്രേഡ് യുവർ സെൽഫ്. നമ്മളെ ഡിഗ്രേഡ് ചെയ്യരുത്. അതുകൊണ്ട് ഭഗവാൻ അവരെ വിശിഷ്ടരായി പറയുന്നു. ആരാ വിശിഷ്ടര്? യസ്ത്വാത്മരതിരേവ സ്യാൽ ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. തസ്യ കാര്യം, ഹി വിൽ നെവർ ബിക്കം എ ബെഗർ. ആരാണവര്? ആത്മരതി, ആത്മതൃപ്തൻ, ആത്മസന്തുഷ്ടൻ. ആത്മരതി ആരാണോ മനസ്സിനെ ഭഗവാനുമായി ചേർത്ത് വയ്ക്കുന്നത്. ആത്മതൃപ്തൻ, എന്ത് വരുമ്പോഴും പരാതിയില്ലാതെ സ്വീകരിക്കുന്നവൻ. ആത്മതുഷ്ടൻ, മറ്റുള്ളവർക്ക് കിട്ടുന്നതിൽ അസൂയ കാണിക്കാത്തവൻ, ഉൾക്കൊള്ളാൻ സാധിക്കുന്നവൻ. ഹീ ഈസ് ഗ്രേറ്റ്. ഹീ വിൽ നെവർ ബിക്കം എ ബെഗർ ഇൻ ദിസ് വേൾഡ്. ഹീ ഈസ് എംപറർ എന്നാണ്. ഹീ ഈസ് എ ചക്രവർത്തി. ഓർത്ത് വയ്ക്കും. എന്നിട്ട് ഭഗവാൻ ഒന്നുകൂടി പറയുന്നു, നൈവ തസ്യ കൃതേനാർത്തോ കൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്തവ്യപാശ്രയ. ഭഗവാൻ വീണ്ടും പറയുന്നു, അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ആരാണത്? എങ്ങനെയുള്ളവര്? തസ്യ, അങ്ങനെയുള്ള ആളുകൾ. ഇഹ, ഇവിടെ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് അകൃതേന, ഒന്നും ചെയ്യാത്തതുകൊണ്ട്, കശ്ചന, അവന് പ്രത്യേകിച്ചൊന്നും ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഒന്നും ചെയ്യാത്തത് കൊണ്ടൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അസ്യ സർവഭൂതേഷു, സർവഭൂതങ്ങളിലും അർത്ഥവ്യപാശ്രയ, സർവഭൂതങ്ങളിലും അവൻ പ്രയോജനം കണ്ടെത്തി അവന് വല്ലതും കശ്ചിതിന്ന, എന്തെങ്കിലും കിട്ടണമെന്നില്ല.
ഇത് മനസ്സിലാക്കണം. ലേശം സംസ്കൃതത്തിൻ്റെ ഒരു ഘടനകൾ മനസ്സിലാക്കണം. ന തസ്യ കൃതേന അർത്ഥഃ, എന്തെങ്കിലും ഈ ലോകത്തിൽ നിന്ന് കൃതേന നേടണമെന്നും ഹി ഈസ് നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഫ്രം ദിസ് വേൾഡ്. ന അർത്ഥം കൃതേന, ഒന്നും നേടണമെന്നില്ല, അയാൾക്ക് കിട്ടണമെന്നില്ല. രണ്ടാമത്തത് അദ്ദേഹത്തിന് സർവഭൂതേഷു കശ്ചിദർത്ഥ വ്യപാശ്രയ, ഈ സർവഭൂതങ്ങളിൽ നിന്നും വല്ലതും കിട്ടണമെന്നില്ല. സർവഭൂതങ്ങളുടെ മുന്നിലും അയാൾ എന്തിനും വേണ്ടി യാചിക്കുന്നില്ല. അപ്പം അയാളൊരു ബെഗറല്ല എന്നർത്ഥം. പിന്നെ സർവഭൂതേഷു കശ്ചിദർത്ഥം, അവരിൽ നിന്ന് വല്ല അർത്ഥവും കിട്ടണമെന്ന അയാൾക്കില്ല. അപ്പം അയാൾ ആരുടെ മുന്നിലും സ്നേഹത്തിന് വേണ്ടി, പരിചരണത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി അയാൾ കൈ നീട്ടുന്നില്ല, അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം അയാൾ ഇതൊക്കെ ഇവിടെ കണ്ടെത്തുന്നുണ്ട്, തന്നിൽ തന്നെ കണ്ടെത്തുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അയാൾ ഒരാളോടും അറ്റാച്ച്ഡ് അല്ല എന്ന് പറയാണ്. അയാൾക്ക് അസോസിയേഷൻ ഉണ്ട്, പക്ഷേ അറ്റാച്ച്മെൻ്റ് ഇല്ല. അയാൾ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ഭഗവാനോടാണ്. മനസ്സിലാവുണ്ടല്ലോ? നമ്മൾ അമ്പലത്തിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കൂ, നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണോ, നിങ്ങൾക്ക് അവരോടൊക്കെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഈ അറ്റാച്ച്മെൻ്റ് ഉള്ളപ്പോൾ നിങ്ങൾ ഭഗവാനിൽ നിന്ന് ഒരിക്കലും സ്നേഹം പ്രതീക്ഷിക്കരുത്. നമ്മൾ ഫൂളിഷ്നെസ്സാണ് ചെയ്യുന്നത്. നമുക്കൊരാളോടും ഇവിടെ ശാശ്വതമായ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇത് സയൻസാണ്. ഭഗവാൻ ഇത് നമ്മൾ ഉറപ്പിക്കുകയാണ്. അപ്പോൾ സ്വാമി നമ്മളാരും കെയർ ചെയ്യരുതെന്നാണോ? തെറ്റിദ്ധരിക്കരുത്, അത് തെറ്റരുത്, പറയുന്നതൊക്കെ തെറ്റരുത്. നാം ലോകത്തെ കെയർ ചെയ്യരുതെന്നല്ല ഭഗവാൻ പറഞ്ഞത്. ലോകത്തോട് നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. എന്താണ്? പ്രകടിപ്പിക്കണം, പങ്കുവെക്കണം. ഇത്രയും ലോകത്തോട് വേണ്ടു. പക്ഷേ സമർപ്പണം ആരോട് വേണം? ഭഗവാൻ. അറ്റാച്ച്മെൻ്റ് മുഴുവൻ ഭഗവാനോടാണ്. കാരണം നമ്മൾ വന്നിരിക്കുന്നത് ലോകത്തിൽ നിന്നല്ല, നമ്മൾ വന്നിരിക്കുന്നത് ഭഗവാനിൽ. നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് അർത്ഥം എടുക്കണം? ശരീരത്തെ എടുക്കരുത്. ശരീരം അച്ഛനമ്മമാർ തന്നതാണ്. നമ്മളെന്ന് പറയുമ്പോൾ കുറേ സംസ്കാരങ്ങളാണ്. ആ സംസ്കാരം ഇരിക്കുന്നത് ശരീരത്തിലല്ല, മനസ്സിലാണ്. ആ മനസ്സ് വന്നിരിക്കുന്നത് ഭഗവാനിൽ. ഈ ക്ലാരിറ്റി നമുക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊരിക്കലും, ഭഗവാൻ പറയുന്നു, അവരൊരാളുടെ മുന്നിലും സ്നേഹത്തിന് വേണ്ടി യാചിക്കുകയില്ല, സ്നേഹം കിട്ടാൻ വേണ്ടി വല്ലവരെയും സ്നേഹിക്കുകയില്ല. കപട സ്നേഹമാവില്ല. നമുക്ക് സ്നേഹം കിട്ടാൻ വേണ്ടി സ്നേഹിക്കാം, അഭിനയിക്കാം സ്നേഹം. ഇവരെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പോലും മറ്റൊരാളിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കാതെയാണ്. ദാറ്റ്സ് എ ഗ്രേറ്റ് മൈൻഡ്. അതുകൊണ്ടാണ് ഭഗവാൻ അവർ ആദരിക്കുന്നത്. അതുകൊണ്ട് അർജുന, നീ ഇത് ഫോളോ ചെയ്യണം. ഭഗവാൻ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അർജുനന്. ഇത് നമ്മളും ഫോളോ ചെയ്യണം. എന്താണത്? തസ്മാദ് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷാം തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷാം. തസ്മാത്, അതുകൊണ്ട്, therefore, ഈ ശ്ലോകം നമ്മൾ നോട്ട് ചെയ്യണം. ഇത് നമുക്കൊക്കെ ഒരു ഇൻസ്ട്രക്ഷനാണ്, നിർദ്ദേശമാണ്, ഭഗവാന്റെ ഒരു ഗൈഡൻസ് ആണ്. ഇത് നമ്മൾ ഫോളോ ചെയ്യണം. വാട്ട് ഭഗവാൻ എക്സ്പെക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഭഗവാൻ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലാതെ വേണ്ടാത്ത വഴിപാടുകളും പൂജകളും അപകടങ്ങളൊന്നുമല്ല. ഇതൊക്കെയാണ് ഭഗവാൻ പ്രാക്ടിക്കലി നമ്മളോട് ചെയ്യാൻ പറയുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ഇപ്പം എവിടെയൊക്കെ തസ്മാത് എന്ന് പറയുന്നുണ്ടോ അതൊക്കെ നിർദ്ദേശങ്ങളാണ്, ഭഗവാന്റെ ഗൈഡൻസ് ആണ്. യു ഷുഡ് ഫോളോ എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് ഗുണമുണ്ട്. എന്താണത്? തസ്മാത്, അതുകൊണ്ട് എന്ത് ചെയ്യണം? അസക്ത, ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അസക്ത, ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കരുത്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കരുത്. എന്തുകൊണ്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കരുത്? കാരണം പ്രകൃതി എന്ന് പറയുന്നത് അറ്റാച്ച്മെൻറ്റിലല്ല നിൽക്കുന്നത്. കേവലം ഞാൻ നിങ്ങളോട് കെമിസ്ട്രി വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. ദർ ഇസ് ഓൺലി എൻ അസോസിയേഷൻ. ഒരു റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഒരു ചേർച്ച മാത്രമേ ഉള്ളൂ, ഒരു
ഒട്ടലില്ല എന്ന് പറയാണ്. ഈ ഒട്ടലിനെയാണ്, അറ്റാച്ച്മെൻ്റ് ആണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് നമുക്ക് എക്സ്പെക്റ്റേഷൻസ് വരുന്നത്, അപ്പോഴാണ് നമുക്ക് എക്സൈറ്റ്മെൻറ്റ് വരുന്നത്. ഇതൊന്നുമില്ലാത്തൊരു ജീവിതം നമുക്കുണ്ടാവണമെങ്കിൽ അസക്ത, ആരോടും അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കരുത്. അപ്പോൾ ഭഗവാനെ ഇത് വളരെ പ്രയാസമാണല്ലോ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കരുതെന്ന് പറയുന്നത് ശരിയാണ്. കാരണം മനസ്സിന് എപ്പോഴും എവിടെയെങ്കിലും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കണം. അത് മനസ്സെപ്പോഴും അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുന്നത് കൂടുതൽ സ്നേഹവും പരിചരണവും സംരക്ഷണവും തരുന്ന ആളുകളോടായിരിക്കും. നമുക്കിഷ്ടപ്പെട്ട വസ്തുക്കളോടും ഇഷ്ടം തരുന്ന ആളുകളോടായിരിക്കും നമുക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. അപ്പം നമ്മൾ വിവേകത്തോടുകൂടി കണ്ടെത്തണം, നമ്മളെ ഇഷ്ടപ്പെടുന്നത്, നമ്മളെ കൂടുതൽ സംരക്ഷിക്കുന്നത്, നമ്മളോട് സ്നേഹം കാണിക്കുന്നത് ആര് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ ആരിലേക്ക് അടുപ്പിക്കണം? ഇത് ശാസ്ത്രീയമായി മനസ്സിലാക്കണം. അതിനാണ് സത്സംഗം എന്ന് പറയുന്നത്. അപ്പം സത്സംഗത്തിലൂടെ ഇത് നമ്മൾ തിരിച്ചറിയുള്ളൂ. നമ്മളെ സ്നേഹിക്കുന്നത് മറ്റാരുമല്ല, നമ്മളെ സ്നേഹിക്കുന്നത് ഭഗവാനാണ്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് മറ്റൊരാളെ സ്നേഹിക്കണമെങ്കിൽ, സപ്പോസ് എനിക്ക് നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ, നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കണമെങ്കിൽ ഈ മനസ്സുകൊണ്ടാണല്ലോ ഞാൻ സ്നേഹിക്കുന്നത്, അല്ലേ? ഈ വായ കൊണ്ടാണല്ലോ ഞാൻ സ്നേഹവാക്കുകൾ പ്രകടിപ്പിക്കുന്നത്. ഇതൊക്കെ ചലിപ്പിക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ, ഈ മനസ്സിനെ ഈ ശരീരത്തിൽ നിലനിർത്താൻ സാധിപ്പിക്കണമെങ്കിൽ ഈ ശരീരത്തിൽ ആര് വേണം? അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ എന്ത് സ്നേഹം എനിക്ക് കാണിക്കാൻ പറ്റും? അപ്പോൾ എന്നോട് കൂടുതൽ സ്നേഹം ആർക്കാണ്? എൻ്റെ മനസ്സിനെ ഈ ശരീരത്തിൽ നിലനിർത്തി തരുന്ന ഭഗവാനോടാണ്. അതിലപ്പുറം ആർക്ക് സ്നേഹമുണ്ട്? അതുകൊണ്ട് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ്, എന്നെ ഭഗവാനല്ലേ നിലനിർത്തുന്നത്, ആ ഭഗവാനെ ഞാൻ സ്നേഹിക്കേണ്ടതല്ലേ? അപ്രകാരം നമ്മൾ നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ സ്നേഹിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട്, സതതം കാര്യം കർമ്മ സമാചര, നീ നിൻ്റെ കാര്യം കർമ്മ, നീ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂ. അതായത് എന്ത് കാര്യങ്ങൾ ചെയ്യണം? ലോകം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇതൊക്കെ കൂട്ടി വേഗം വരണേ. ലോകം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പ്രകടനങ്ങളും വിതരണങ്ങളുമാണ്. സ്നേഹം പ്രകടിപ്പിക്കണം, ഉള്ളതിനെ പങ്കുവെക്കണം, വിതരണം ചെയ്യണം. ഇതാണ് ലോകം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇതൊക്കെ കർമ്മ സമാചര. സമാചരം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ ആചരിക്കണം. അതായത് കൂടുതൽ ഒരാളോട് നമ്മൾ അടുക്കരുത്, കൂടുതൽ ഒരാളിൽ നിന്നും വേർപ്പെടരുത്. സമാചര, എവിടെയും നമ്മളൊരു സമബുദ്ധി നമ്മൾ കാണിക്കണം. എന്ന് വെച്ചിട്ട് നമ്മൾ പട്ടിയോടും മനുഷ്യരോടും ഒരുപോലെ പെരുമാറണമെന്നല്ല. അതായത് വേണ്ടടുത്ത് വേണ്ട വിധത്തിൽ പെരുമാറണം. നമുക്ക് ആ വിവേകമുണ്ടായിരിക്കണം. സപ്പോസ് നമ്മളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരാളോട് പോലും നമുക്ക് മെൻ്റലി നമ്മളൊരു ബാലൻസ്ഡായി കാണിക്കണം. ഇതൊക്കെ പറയുമ്പോൾ ലേശം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ അപകടമാണ്. ഇതൊക്കെ പറയുമ്പോണ്ടല്ലോ ഭാഗവതത്തിൻ്റെ ഒരു ഹയർ ലെവലുണ്ട്. കള്ളനെ പോലും നമസ്കരിക്കണം എന്നൊക്കെ പറയുന്ന രംഗങ്ങളുണ്ട്. വീട്ടിൽ കള്ളൻ വന്ന ഉദ്ധവരോട് പറയുന്നത്, ബ്രാഹ്മണേ പുഷ്കരേസ്തേനെ ബ്രഹ്മണ്യർക്കേ സ്ഫുലിംഗകേ അക്രൂരേ ക്രൂരകേ ജൈവ സമദൃക്, കാണൂ നീ നമസ്കരിക്കൂ എന്നൊക്കെയാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. അതൊക്കെ ഇപ്പം നമുക്ക് വളരെ പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ പ്രായോഗികമാക്കേണ്ടത്, നമുക്ക് ഇഷ്ടമില്ലാത്തവരെ കുറിച്ചുള്ള വിഷമങ്ങളൊക്കെ എവിടുന്ന് മാറ്റണം? മനസ്സിന് മാറ്റണം. അവരെക്കുറിച്ച് ചിന്തിക്കാൻ മനസ്സിനെ സമ്മതിക്കരുത്. ഭാഗവതം പറയും, ഉദാസീനരായിത്തീരൂ. ക്ഷേത്രജ്ഞാത്മാ പുരുഷപുരാണോ സാക്ഷാൽ സ്വയം ജ്യോതിരജപരേശാം നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായ ആത്മന്യപതീയമാന. നാരായണനെന്നും വാസുദേവനെന്നൊക്കെ പറയുന്നത് ഒരു കല്ലായിട്ട് നിങ്ങൾ കാണരുത്. യത് ദൃശ്യതേ ശ്രൂയതേ വിവാം അന്തർബഹിസ്സതസർവം വ്യാപ്യ നാരായണ സ്ഥിത. വേദത്തിൽ പറയുന്നു, അത് തന്നെയാണ് വ്യാപ്യനാരായണ സ്ഥിത. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ക്ഷേത്രജ്ഞൻ തന്നെയാണ് നാരായണൻ. ഇത് മറന്നു പോകരുത്. അപ്പം ഇങ്ങനെ നമ്മുടെ മനസ്സിനെ അതിലേക്കൊന്ന് യുണൈറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, നമ്മളൊരു ചിട്ടയിൽ കൊണ്ടു നടക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ജീവിതത്തിൽ പണ്ടുള്ളവർ നോക്കൂ, എത്ര നല്ല ആചരണങ്ങളാണ് നമുക്ക് കാണിച്ചു തന്നത്. സന്ധ്യയ്ക്ക് ദീപം കൊളുത്തുക, എല്ലാവരും ഇരുന്ന് നാമം ചൊല്ലുക. നല്ലൊരു സംസ്കാരം ഉണ്ടായിരുന്നില്ലേ? കളഞ്ഞു കുളിച്ചില്ലേ? നമ്മൾ കുളിച്ച് അമ്പലത്തിൽ പോവുക. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നോ? ആ ഒരു സമ്പ്രദായം നമ്മൾ നശിപ്പിച്ചു. പിന്നെയും ഉണ്ടായിരുന്നു കുറേ നല്ല നല്ല സംസ്കാരങ്ങൾ. അതൊന്നും നമ്മളെന്തോ അതൊന്നും മോഡേൺ ലൈഫ് വന്നതോടുകൂടി അതൊക്കെ കളഞ്ഞു. ഇനി പോട്ടെ, അതിലൊന്നും നിൽക്കേണ്ട ശ്രദ്ധ. ഇനിയുള്ള സമയമെങ്കിലും നമുക്ക് ആഴ്ചയിലൊരിക്കലോ ഇങ്ങനെയെങ്കിലും കുറച്ച് സമയം ഈ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കുറച്ചു നേരം നാമം ജപിച്ചുകൊണ്ടോ ഇത്തരം കാര്യങ്ങൾ സത്സംഗങ്ങൾ ചെയ്തുകൊണ്ടോ കുറച്ചു സമയം നമുക്ക് വേൾഡിൽ നിന്നും മനസ്സിനെ കട്ട് ഓഫ് ചെയ്തൂടെ?
ഭഗവാൻ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നു. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. നിങ്ങൾക്ക് ദുഃഖം ഇല്ലാത്തൊരു ജീവിതം വേണോ? യു ഹാവ് ടു ചേഞ്ച്. നിങ്ങൾ ആഹാരത്തിന് സമയം ചെലവഴിക്കണോ? ഓക്കെ. വിഹാരത്തിന് സമയം ചെലവഴിക്കണോ? സീരിയൽ കാണാൻ സമയം ചെലവഴിക്കണോ? ഡസൻറ്റ് മാറ്റർ. ഇതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ അവബോധസ്യ, കുറച്ച് സമയം അവബോധം, തൻ്റെ മനസ്സിനെ ആരുമായി ചേർത്ത് വയ്ക്കണം? ഭഗവാനുമായി. ഇത് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ വീട്ടിലൊക്കെ. ഗീത നിങ്ങൾ കേൾക്കണമെങ്കിൽ പ്രാക്ടിക്കലി നിങ്ങളത് കൊണ്ടുവരണം. അല്പനേരത്തേക്ക് 10 മിനിറ്റ് നേരത്തേക്കെങ്കിലും നാം ലോകത്തെ മറക്കണം, ഉറങ്ങണം സ്വാമി. അതാണ് ലോകത്തെ മറന്ന ഉടനെ ഉറക്കാണ് പിന്നെ അടുത്തത്. ലോകത്തെ അതാണല്ലോ പലരും ഉറക്കത്തിൽ സാധിക്കാത്തത്. ലോകത്തെ മറക്കാൻ പറ്റുന്നില്ല. കണക്കുകൂട്ടൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പെന്ത് എന്ന്. ഉറക്കഗുളിക കഴിച്ചാൽ പോലും ഉറക്കഗുളിക ഉറങ്ങിയാൽ അവർക്ക് ഉറക്കം വരില്ല. അപ്പം ലോകത്തെ മറക്കണം. ആരും ആയി ചേർക്കണം? ഭഗവാനെ. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കുട്ടികൾ എല്ലാവരും കൂടി ചേർന്നുണ്ടല്ലോ, ഒരു 10 മിനിറ്റ് നിങ്ങൾ പ്രായോഗികമാക്കാൻ പറ്റും. നോക്കൂ, നിങ്ങളുടെ വീട്ടിലൊരു പോസിറ്റീവ് വൈബ്രേഷൻ വരും. നിങ്ങൾ പലരും ചെയ്യുന്നവരാണ്. എങ്കിലും എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് ഇതാണ്. കാരണം ഗീത 2 ദിവസം കഴിഞ്ഞാൽ കഴിയും. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത ഗീത ഇപ്പം എന്നാവോ? അതിനുവേണ്ടി കാത്തിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ തുടങ്ങി വയ്ക്കുക, നമ്മൾ ചേഞ്ച് ചെയ്യാൻ. അപ്പം അങ്ങനെ ഒരു വെറുതെ അന്ധമായുള്ളൊരു പ്രാർത്ഥനയും അന്ധമായൊരു വഴിപാടും ചെയ്യരുത് നമ്മൾ. കാരണം നമ്മൾ ചെയ്യുന്ന പൂജയിലല്ല ഭഗവാൻ പ്രീതനാവുന്നത്. നമ്മൾ ചെയ്യുന്ന കുറേ നാമങ്ങളിലല്ല ഭഗവാൻ പ്രീതനാവുന്നത്. നാം അതൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആചരിപ്പിക്കുന്നു, അതാണ് ഭഗവാൻ അതിൽ പ്രീതനാവുന്നത്. അതിനാണ് ഭഗവാൻ പ്രാധാന്യം കൊടുത്തത്. നോക്കൂ, ഇതൊക്കെ നിങ്ങൾ ഭാഗവതം കൂടി പഠിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അന്ധമായൊരു മന്ത്രത്തിലായിരുന്നു ഭഗവാൻ പ്രാധാന്യം കൊടുത്തതെങ്കിൽ ഭാഗവതത്തിലെ അതിസുന്ദരമായൊരു കഥയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ കുറേ ബ്രാഹ്മണന്മാർ ചേർന്ന് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഹോമം നടക്കുന്ന സമയത്ത് ഭഗവാൻ അങ്ങോട്ട് ചെല്ലുന്നതേയില്ല. ഭഗവാൻ പറയുന്നു അവർക്ക് ഹാർട്ടില്ല, അവർക്ക് മന്ത്രമേ ഉള്ളൂ എന്ന്. ആ ഗോപന്മാരെയാണ് പറഞ്ഞയക്കുന്നത്, പോയി ഭക്ഷണം ചോദിക്കുക അവരോട് എന്ന്. അപ്പം ആട്ടി പറഞ്ഞയക്കുന്ന ഒരു രംഗമുണ്ട് ഗോപന്മാരെ. ഉടനെ ഭഗവാൻ പറയാണ്, അവരോട് നിങ്ങൾ ഭക്ഷണം ചോദിക്കരുത്, പത്നിമാരോട് ചോദിക്കുന്നു. ഇല്ല, കേട്ടിട്ടില്ലേ കഥ? ആ പത്നിമാരോട് ചോദിക്കാൻ പറയുമ്പോൾ ഭഗവാൻ അവരോട് പറയാണ്, ഗോപന്മാരോട്, അവർക്ക് മന്ത്രം ചൊല്ലാൻ അറിയില്ലെങ്കിലും അവർക്കൊരു ഒരു ഹൃദയമുണ്ട്, ഒരു ഒന്നിപ്പിക്കാനുള്ള സംസ്കാരമുണ്ട്. വേർതിരിക്കുന്ന സംസ്കാരം എവിടെയുണ്ടോ അവിടെ ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടാവില്ല. ഒന്നിപ്പിക്കുന്ന സംസ്കാരം എവിടെയുണ്ടോ അവിടെ ഭഗവാനുണ്ട്. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാവരെയും ഒന്നിപ്പിക്കുന്നവനാണ്. ഇതൊക്കെ അങ്ങോട്ട് എല്ലാ മതങ്ങളും ഉൾക്കൊണ്ടാൽ, ഒന്നും വേണ്ട, നമ്മുടെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ജന്തുക്കൾ ഉൾക്കൊണ്ടാൽ ഈ ഭാരതം നന്നാവില്ലേ. കാരണം നമ്മളാണ് വഴി കാണിക്കേണ്ടത്. നമ്മുടെ മഹത്തായ സംസ്കാരം നമ്മൾ തന്നെ കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് കൊണ്ട് നടക്കും? നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ക്രിസ്ത്യാനികളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും അവർക്ക് പോലും നമ്മളാണൊരു യദ്യത് ആചരതി ശ്രേഷ്ഠ. ആരാചരിക്കേണ്ടത്? നമ്മളാണോ അവരാണോ? നോക്കൂ, ചില ആളുകൾ ഇങ്ങനെയൊക്കെയാണ് ആർഗ്യൂ ചെയ്യുക. നമ്മുടെ അമ്പലത്തിൽ എന്തിന് മറ്റുള്ളവരെ കയറ്റണം, അവരെ ഇതിൽ നമ്മളെ കയറ്റുന്നുണ്ടോ? സി, ഡോണ്ട് ടോക്ക് ഫൂളിഷ്നെസ്. നമ്മൾ അവരുടെ ലെവലിലേക്ക് പോവുകയല്ല വേണ്ടത്. നമ്മൾ നമ്മുടെ സംസ്കാരത്തെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇതാണ് ഞങ്ങളുടെ സംസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു വസുദേവ കുടുംബകം. ഇതാണ് ഞങ്ങളുടെ സംസ്കാരം. ഇത് നമ്മൾ കാണിക്കാൻ തയ്യാറില്ല. വേണ്ടാത്തതൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെയ്ത് കുഴപ്പങ്ങളുണ്ടാക്കി അവിടെ ചുരിദാർ ഉടുക്കണ്ടേ എന്നുള്ളതാണ്. എന്തായാലും എന്തെങ്കിലും ഉടുക്കണം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യം. ഈ കാര്യങ്ങളിലൊക്കെയാണ് അവർ കുരുങ്ങി നിൽക്കുന്നത്. ഇവരെയാണ് നമ്മൾ പലരും ക്ഷേത്രത്തിൻ്റെ മഹത്തായ ആളുകളായിട്ട് കാണുന്നത്. ഞാൻ അവരെ എതിർക്കുകയല്ല. കാരണം നമ്മളെല്ലാവരും ആ സിസ്റ്റത്തിൻ്റെ തെറ്റായ ഭാഗത്തിൻ്റെ ഒരു ഭാഗവാക്കുകളായി തീർന്നു. മനസ്സിലായില്ലേ? വി ആർ ഫോളോയിങ് ഒരു ഫൂളിഷ്നെസ്. ഇത് ഞാൻ പറയുമ്പോൾ അവർക്കൊക്കെ വലിയ വിഷമാണ്. സ്വാമി അമ്പലത്തിനെതിരെ, ഞാൻ അമ്പലത്തിനെതിരല്ല പറയുന്നത്. അമ്പലം വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. അമ്പലം ഉപയോഗിക്കേണ്ടത് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. വെറുതെ എന്നല്ല ഭഗവാൻ പറയണത്. അമ്പലം വച്ചിരിക്കുന്നത് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വെത്തിദം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദാം ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മദം മമാം. ഈ ശരീരമാകുന്നു കൗന്ദേയ ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ശരീരത്തെയാണ് ഭഗവാൻ. അപ്പൊ ഇതിലിരിക്കുന്ന ചൈതന്യമാകുന്ന സത്യം മാം ക്ഷേത്രജ്ഞം വിദ്ധി. എടാ വിദ്ധി,
ഞാൻ ക്ഷേത്രജ്ഞനാണെന്ന് അറിഞ്ഞാലും. അപ്പൊ ആ ശരീരത്തിലിരിക്കുന്ന ആ ചൈതന്യമാണ് ഈശ്വരൻ എന്ന് നീ, അതിനാണ് ക്ഷേത്രം വെച്ചിരിക്കുന്നത്. അതാണ് ഇപ്പം നമ്മുടെ ക്ഷേത്രങ്ങൾ കാണിച്ചു തരുന്നത്, ആണോ? അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ ആ സംസ്കാരത്തിലുണ്ടല്ലോ, വീട്ടിലൊക്കെ നമ്മൾ മാറ്റം വരുത്തുക. കുറച്ചു നേരമൊക്കെ ഇരുന്ന് ഭജന, ആഴ്ചയിൽ ഒരിക്കലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൂടൂ, കുറച്ചു നേരം ഭജനകളൊക്കെ പാടൂ. എന്നിട്ട് ഭജന പാടിയിട്ട് ആരുടെ ശബ്ദം നല്ലതെന്നുള്ള ബഹളം വെക്കുകയല്ല വേണ്ടത്. നന്നാവേ ചീത്തയാവൊക്കെ ചെയ്യട്ടെ. നമ്മൾ ശ്രദ്ധ വെക്കേണ്ടത് കുറച്ചു നേരത്തേക്കെങ്കിലും എൻ്റെ മനസ്സിനെ ഭഗവത് വിചാരത്തിലേക്ക് ചേർത്ത് എല്ലാം വിട്ട് ആ ഭഗവാനോട് യുണൈറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് സൂര്യകിരണം സൂര്യനിൽ ചേരുന്നത് പോലെ എൻ്റെ മനസ്സും ലോകത്തിൽ നിന്ന് പിരിയുന്ന സമയത്ത് ആരോട് ചേരണം? ഭഗവാനോട് ചേർക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഈ വിചാരം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ ആചരിച്ച് കാണിക്കണം. യദ്യദാചരതി ശ്രേഷ്ഠ. ഈ ശ്ലോകം നിങ്ങൾ ഓർക്കണം. ഭഗവാൻ ആരെയാണ് ശ്രേഷ്ഠൻ എന്ന് പറയുന്നതെന്ന് മറന്നു പോകരുത്. എന്തോ കാണിച്ചുകൂട്ടി അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരെയല്ല ആ ശ്രേഷ്ഠൻ എന്ന് വിളിക്കുന്നത്. ജീവിതം ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ കർമ്മരംഗങ്ങളൊക്കെ കൊണ്ടു നടന്ന് സമബുദ്ധിയോടുകൂടി ജീവിച്ച് ആരോടും അനാവശ്യമായി റൊട്ടലുണ്ടാക്കാതെ ആരിൽ നിന്നും ഒന്നും അമിതമായി പ്രതീക്ഷിക്കാതെ എന്ത് കിട്ടുന്നതും എന്ത് സംഭവിക്കുന്നതും ഭഗവത് നിശ്ചയമായി കണ്ടുകൊണ്ട് മനസ്സിനെ എക്സൈറ്റ്മെന്റിൽ നിന്നും എക്സ്പെക്ടേഷനിൽ നിന്നും ഫ്രീ ആക്കിക്കൊണ്ട് കുറ്റബോധങ്ങളില്ലാതെ ദുഃഖബോധമില്ലാതെ ഭയമില്ലാതെ മരണത്തെപ്പോലും സ്വീകരിക്കാൻ സാധിക്കുന്ന, സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു മഹത്തായ വ്യക്തിത്വമാണ് ശ്രേഷ്ഠനായിട്ടുള്ളവൻ. ഒന്നുകൂടി പറയൂ സ്വാമി. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ നമ്മൾ ഉൾക്കൊള്ളണം, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? കൊണ്ടു നടക്കൂ. അപ്പോൾ ഇത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ചെയ്യുക. 10 മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മൾ വീട്ടിൽ സ്വിച്ച് ഓഫ്, കറണ്ട് കട്ട് ഓഫ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ബൾബുകളൊക്കെ ഓഫ് ചെയ്യുന്ന പോലെ നമ്മുടെ മനസ്സിനെ ഏത് വിചാരത്തിൽ നിന്നും കട്ട് ഓഫ് ചെയ്യണം? ടി വിയിൽ നിന്നല്ല വേണ്ടത്. എല്ലാ വിചാരത്തിൽ നിന്നും കട്ട് ഓഫ് ചെയ്ത് ആരോട് ചേർക്കണം? ഭഗവാനോട്. എന്നിട്ട് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം, എൻ്റെ മനസ്സ് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്, അതിനെ നിലനിർത്തുന്നത് ഭഗവാനാണ്, എന്നെ ഇവിടെ ചേർത്ത് വച്ചിരിക്കുന്നത് ഭഗവാനാണ്. ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരെയും ചേർക്കാനാണ്, ആരെയും അകറ്റാനല്ല, ആരുടെയും കുറ്റവും കുറവും പറയാനല്ല, ആരിലും കുറ്റം കാണാനല്ല. ഇതൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരു ഹാർമണിയിലേക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ നമുക്ക് സമാധാനവും സ്വസ്ഥതയും ശാന്തിയും ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ഭാഗത്തിരുന്ന് ചൊവ്വാദോഷവും ശനിദോഷവും പറഞ്ഞ് ഇരുന്ന് കണക്ക് കൂട്ടി നിങ്ങൾ ഭഗവാന്റെ ശിവന്റെ തലയിൽ ധാര ഒഴിച്ച്, ഭഗവാൻ ഇതിനൊക്കെ നിങ്ങൾക്ക് വെച്ചിട്ടും ഉണ്ടാവും. എൻ്റെ തലയിൽ വെള്ളം ഒഴിച്ചതിന് നിങ്ങൾ ഞാൻ ഒഴിപ്പിച്ചു തരാമെന്ന്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഈ ജ്യോത്സ്യന്മാർ പറയുന്നതൊക്കെ ചെയ്ത് വഴിപാട് എന്നുള്ള ശബ്ദത്തിന് തന്നെ അർത്ഥം കുറേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങളതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതാണ്. വഴിപാട് എന്ന് പറഞ്ഞാൽ പൂർവികന്മാർ പോയ വഴിയുടെ പാട്, അത് മറക്കരുതെന്നാണ്. നല്ലൊരു ശബ്ദത്തെ അവരെങ്ങനെ ആക്കി തീർത്തു നോക്കൂ നിങ്ങൾ. നമ്മുടെ പൂർവികന്മാരായ ആളുകൾ പോയ വഴിയുടെ ആ പാടിലൂടെ നമ്മൾ പോകണം, അല്ലാതെ വേണ്ടാത്തത് ചെയ്തുകൊണ്ട് പോലല്ല അത്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ മാറ്റിയെടുത്തുകൊണ്ട് ജീവിച്ചാൽ അവൻ ശ്രേഷ്ഠനാണ്. ഇതരഹാജന അത് ഫോളോ ചെയ്യും. നമ്മുടെ വീട്ടിലൊക്കെ നമുക്കറിയാം, അമ്മ 2 കുട്ടികളുണ്ടെങ്കിൽ മൂത്തതിന് ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ചെറുതും പറയും എനിക്ക് അവിടെ തന്നെ മതിയെന്ന്. കാരണം അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒരാൾ ആചരിക്കുന്നത് മറ്റാൾക്ക് അതുപോലെ തന്നെ വേണം, അല്ലേ? ശരിയല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും കുട്ടികളുടെ കാര്യത്തിൽ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് 2 പടം കൊടുത്താൽ ഇതരഹാജന തത് അനുവർത്തത, നിങ്ങൾക്ക് എത്ര വേണം? 2 തന്നെ വേണം. അങ്ങനെയാണ് നമ്മുടെയൊക്കെ മനസ്സ്. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്നതൊക്കെ എനിക്കും കിട്ടണം, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കിട്ടണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ ശ്രേഷ്ഠന്മാരായാൽ പിന്നാലെ വരുന്നവരും ഇതേ മാർഗം വന്ന് ഈ സംസ്കാരം ഒരിക്കലും ച്യുതിയില്ലാതെ നിലനിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ സംസ്കാരത്തിന് ച്യുതി വരുത്തുന്നു വരികയാണ്. ഭാഗവതം വില്ലേജ് സ്വാമി ഉദിത് ചൈതന്യയുടെ ഒരു നവീന ആശയം. കേരളത്തിന്റെ മധ്യഭാഗത്തുള്ള ചാലക്കുടിയിലാണ് ഭാഗവതം വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ഭാഗവതം വില്ലേജ് ജഗദ്ഗുരു ആദി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിക്ക് സമീപമാണ്. മനോഹരമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ വളരെ അടുത്താണ് ഭാഗവതം വില്ലേജ്. ഭാഗവതം വില്ലേജിന്റെ ഒരു ഭാഗത്ത് മനോഹരമായ ഒരു പുഴയും
മറുഭാഗത്ത് മനോഹരമായ ഒരു കാടുമാനുള്ളത്. എല്ലാ ആത്മബന്ധുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. നിങ്ങളുടെ മുന്നിൽ ഭാഗവത വില്ലേജ് എന്ന പദ്ധതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു സമയം ഞാൻ ചെലവഴിക്കുന്നത്. മനുഷ്യനിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മയുടെ സംസ്കാരത്തെ തൊട്ടുണർത്തി അവനവനെ കൊണ്ട് പ്രയോജനവും സമൂഹത്തിന് പ്രയോജനവും, അങ്ങനെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുത്ത്, ലോകത്തെ വാർത്തെടുത്ത് ഒരു വലിയൊരു സംസ്കാരത്തെ നാം ഇതിലൂടെ വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ പദ്ധതിയിൽ 5 കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെ പഞ്ചസേവയെന്നും പഞ്ചയജ്ഞമെന്നും പഞ്ചപൂജ എന്നെല്ലാം ഞങ്ങൾ വിളിക്കുന്നു. നമ്മുടെ കടമകൾ ആരോടൊക്കെയാണ് നമുക്ക് ശരിക്കും നിറവേറ്റാനുള്ളത്? അതിൽ ഒന്നാമത്തെ കടമ ജീവജാലങ്ങളോടാണ്, രണ്ടാമത്തത് ഈ ഭൂമിയോടാണ്, മൂന്നാമത്തത് ദീനരോടാണ്, നാലാമത്തത് നമ്മളെ വളർത്തിയെടുത്ത, നമ്മളെ നാമാക്കി തീർത്ത മാതൃപിതൃക്കളോടാണ്, അഞ്ചാമത്തത് നമ്മുടെ ഗുരുക്കന്മാരോടാണ്. എല്ലാവരെയും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രേമത്തോടു കൂടിയിട്ട് ഈ പദ്ധതിയിലേക്ക് ഞങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹരി ഓം. This is the proposed view of Bhagavatam village. Bhagavatam village is situated at a 10-acre land. It has got a beautiful entrance gate. This leads to the Kaliya Mardhan statue. From there, we go to the reception. We have a beautiful open-air theatre. This is the reception center. Bhagavatam village has one of the best meditation hall. This will be having a very unique design. Bhagavatam village will also have a beautiful prayer hall. This is the proposed view of the accommodation centers at Bhagavatam village. We have a spacious and beautiful dining hall. Bhagavatam village has got a beautiful riverfront. സ്വാമി ശ്രീ ഉദിത് ചൈതന്യയുടെ നേതൃത്വത്തിലുള്ള ഭാഗവതം വില്ലേജിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കളത്തിപ്പറമ്പ് റോഡിൽ ഗോവിന്ദ് അപ്പാർട്ട്മെന്റ്സ് എന്ന സമുച്ചയത്തിന്റെ അടിയിൽ പ്രവർത്തിക്കുന്ന ഭാഗവതം വില്ലേജ് ട്രസ്റ്റ് ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ടെലിഫോൺ നമ്പറുകളും ഇമെയിലുകളും താഴെ പറയുന്ന പ്രകാരമാണ്. ഫോൺ നമ്പർ 0484237547 0484237547. Mobile numbers 9447223375 9447223369. Email address bhagavatamvillage@gmail.com. Website www.bhagavatamvillage.org.